ഷാഫിയാണ് ഏസർ പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ്. ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഈ വർഷത്തെ റവന്യൂ 3 വർഷം കഴിയുമ്പോൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി അങ്ങനെ അത് ചെയ്തു വന്നപ്പോഴാണ് ആക്ച്വലി മനസ്സിലാവുന്നത് ഇതിനകത്ത് പല ഡിഫിക്കൽട്ടീസിൻ്റെയും പല റവന്യൂ സ്ട്രീംസിൻ്റെയും പല കാര്യങ്ങളും നമുക്കതിനകത്ത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആക്ച്വലി അത് വന്നത്. പക്ഷെ അത് അല്ലെങ്കിൽ അത് എത്തില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ടീമായിട്ട് ഒന്നുകൂടി ഇരുന്നപ്പോൾ അത് കിട്ടിയ. നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കണം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ സ്ട്രഗ്ലിങ് അല്ലെങ്കിൽ വേറെ അതിൻ്റെ മേലുള്ള സ്റ്റേജിലേക്ക് എത്തുന്നതിൽ തോന്നാം. പല സ്റ്റേജസിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും അത് ഇമ്പ്രൂവ് ആയി വന്നാലാണ് നമ്മുടെ തോട്ട് പാറ്റേൺസും മാറി വരുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട്. അപ്പോൾ മെയിനായിട്ട് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ മോർണിംഗ് ടു ഇതുവരെയുള്ള സെഷൻസിൽ എനിക്ക് മെയിനായിട്ടൊരു ക്ലാരിറ്റി കിട്ടിയതും. അതിലുപരി 11 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് നോട്ട് പോലെ സാധനം എഴുതാൻ പറ്റിയിട്ടുണ്ട്. അത് ഇനി അതിൻ്റെ പുറകെ നടന്നാലാണ് ഇനി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് ഓണേഴ്സിനോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഞാനൊരു ഡയറിയിൽ ഇങ്ങനെ എഴുതിപ്പോയി. അപ്പോൾ അയാൾ പറഞ്ഞ് 2025 ഡയറിയാണ്, ഈ ഡയറി ഇപ്പോൾ തീരുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയറി തീർന്ന് നമുക്ക് വേറെ ഡയറി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴാണ് ആക്ച്വലി എഴുതാൻ നമുക്ക് എല്ലാവർക്കും പറ്റും, സിമ്പിളാണ്. ഒരു പേപ്പർ ഡയറി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേൽ എഴുതി പോകാം. ഇത് വെട്ടി പോകാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി ഉള്ളത്. അപ്പോൾ എല്ലാവരും എഴുതുന്നതിനല്ല കാര്യം, പക്കയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ബിസിനസ് ഓണേഴ്സിനോട് പറയാനുള്ളൊരു കാര്യം.